അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. നീ ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? ഒരു കല്യാണത്തിന്, അതിനുവേണ്ടി മേക്കപ്പ് ചെയ്യാൻ ബ്യൂട്ടി പാർലറിലേക്കാ. അതും കല്യാണവുമായി എന്താ ബന്ധം? എടി പെണ്ണെ, എന്റെ പിരികം ഒന്ന് ത്രെഡ് ചെയ്ത് ഫേഷ്യലും ചെയ്തിട്ട് വരാം. എനിക്ക് ഈ സൗന്ദര്യമൊക്കെ പോരെ? ഇപ്പോൾ തന്നെ നീ സുന്ദരിയല്ലേ? നീ എന്നെ ഇങ്ങനെ പിഴുത്താലേ, നീ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലേ? അറിവില്ലാത്ത പ്രായത്തിൽ എന്റെ ഉമ്മ എങ്ങാനും കൊണ്ടുപോയെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല. നീ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോവാതെയാ പോകുന്നത്? എനിക്ക് എന്റെ റബ്ബ് നല്ല സൗന്ദര്യമൊക്കെ മതി. അതിൽ കൂടുതൽ ഞാനൊന്നും വാങ്ങിക്കുന്നില്ല. എനിക്ക് എന്റെ റബ്ബിനെ ഭയമുണ്ട്. എനിക്ക് നിന്റെ സംസാരമൊന്നും കേൾക്കാൻ സമയമില്ല. ഞാനിവിടെ നിന്നാ ചേച്ചി ബ്യൂട്ടി പാർലർ അടച്ചിട്ട് വീട്ടിൽ പോകും. എന്റെ അമാന, ഇങ്ങനെയൊന്നും പറയാതെ. നാളെ റബ്ബിന്റെ കോടതിയിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നരകത്തിൽ നിന്നൊക്കെ ശിക്ഷയും കിട്ടും. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് എനിക്ക് അസൂയ ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞോടെ. ഞാനെന്തിനാ അസൂയപ്പെടണം? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്നത്? എന്റെ അമ്മാന, നീ ഇങ്ങനെ തെറ്റായ രീതിയിൽ നടക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. നീ ഈ ദുനിയാവിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ ആഖിറത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ശിക്ഷയുണ്ട്. ആഹിറമോ? അതെന്ത് സാധനം? ഇതൊക്കെ നീ മദ്രസയിൽ വരാത്തതിന്റെ കുഴപ്പമാ. മദ്രസയിൽ വന്നിരുന്നെങ്കിൽ നീ ഇതൊക്കെ പഠിച്ചേനെ. എന്റെ പഠിച്ചവനെ, എനിക്കൊന്നും വയ്യ മദ്രസയിൽ വന്ന് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടാൻ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. മദ്രസയിൽ പോയി പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാലേ ആഖിറത്തിൽ വിജയിക്കാൻ സാധിക്കൂ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്റെ അമ്മാന, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്നൊന്നും നീ കരുതരുത്. നീ ഇങ്ങനെ തെറ്റായ രീതിയിൽ നടക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. നീ മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ എന്ത്